ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്കോഡ കൈലാക്കിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് സബ് 4 മീറ്റർ കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിലേക്ക് പുതിയൊരു അഡീഷനാണ് സ്കോഡ കൈലാക്ക്. ഈ ഒരു സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ്. എന്ന് വെച്ചാൽ 4 മീറ്ററിന് താഴെയുള്ള കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റ്, അതിലേക്കാണ് കൈലാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി പറയുകയാണെങ്കിൽ ലേറ്റ് ടു ദ പാർട്ടി തന്നെ പറയാം. വളരെ ലേറ്റ് ആയിട്ട് വന്നൊരു വണ്ടിയാണ് കൈലാക്ക്. പക്ഷേ കൈലാക്കിന് കുറേ പ്രത്യേകതകളുണ്ട്. കാരണം ഒരു മലയാളിയാണ് അതിൻ്റെ പേരിട്ടത്. മുഹമ്മദ് സിയാദ് എന്ന് പറഞ്ഞിട്ട് കാസർഗോഡുള്ള ഒരു ചങ്ങാതിയാണ് അതിന് കൈലാക്കിന് പേരിട്ടത്. അതിൽ നമുക്കും അഭിമാനിക്കാം, ഒരു മലയാളിയാണ് പേരിട്ടത്. എന്തായാലേ ഒരു പേരിട്ടുകൊണ്ട് ആൾക്ക് ഇനി പുതിയ ഫസ്റ്റ് ലോഞ്ച് ചെയ്ത വണ്ടി ആൾക്ക് കിട്ടാൻ പോവുകയാണ്, സ്കോഡ കൈലാക്ക്. ആക്ച്വലി ഇതൊരു ചരിത്രമായൊരു സംഭവം തന്നെയാണ് ഇന്ത്യയിൽ. ഇതിൻ്റെ മുന്നേ ഒന്നും നമുക്ക് ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല. ഒരു ബ്രാൻഡും ഒരു ഓട്ടോമോട്ടീവ് ബ്രാൻഡും ചെയ്തിട്ടില്ല. ഇതിന് സ്കോഡാക്ക് ഒരു തംസപ്പ്. ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡ്സിനും ഈ സെഗ്മെന്റിൽ ഒരു കോമ്പാക്ട് എസ് യു വി ഉണ്ട്. അത് നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടൈ വെന്യൂ ഉണ്ട്, അതുപോലെ കിയ സോണറ്റ് ഉണ്ട്, നിസാന്റെ ഭാഗത്തുനിന്ന് മാഗ്നൈറ്റ് ഉണ്ട്, അതുപോലെ റെനോയുടെ ഭാഗത്തുനിന്ന് ടൈഗർ ഉണ്ട്, പിന്നെ സുസുക്കിയുടെ ഭാഗത്തുനിന്ന് ബ്രസ് ഉണ്ട്. സുസുക്കിയിൽ സബ് 4 മീറ്റർ എസ് യു വി സെഗ്മെന്റിൽ അവർ കണക്കാക്കപ്പെടുന്ന ഒരു വണ്ടിയാണ് ഫ്രോങ്സ്. എങ്കിലും അതൊരു ക്രോസ് ഓവർ ആയിട്ടാണ് പറയാൻ പറ്റുള്ളൂ, ഒരിക്കലും എസ് യു വി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ടാറ്റയുടെ ഭാഗത്തുനിന്ന് എക്സോണും മഹീന്ദ്രയുടെ ഭാഗത്തുനിന്ന് XUV 3XOയും. ഇതൊക്കെ സബ് 4 മീറ്റർ കോമ്പാക്ട് എസ് യു വി എന്നുള്ള ടാഗ് ലൈനിൽ പെടുന്ന വണ്ടികളാണ്. പിന്നെ ഒരു പ്രത്യേകത ഈ വണ്ടിയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിങ് ആണ്. 7.89 lakhs ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യണത്. അത് വളരെ അഗ്രസീവായിട്ടുള്ളൊരു പ്രൈസിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിറപ്പിക്കണ ഒരു ടൈപ്പിലാണ് ഇവർ ആ ഒരു സ്ട്രാറ്റജി എടുത്തിട്ടുള്ളത്. കാരണം ഒരിക്കലും ഒരു സ്കോഡ ഫോക്സ്വാഗൻ ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ പ്രൈസിംഗ് ഉള്ള ഒരു സബ് 4 മീറ്റർ കോമ്പാക്ട് എസ് യു വി, അതും ടർബോ എഞ്ചിൻ, ഇതുവരെ അവർ എഞ്ചിൻ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ടർബോ എഞ്ചിൻ ആണെങ്കിൽ ഇത് വളരെ അടിപൊളി പ്രൈസിങ് ആയിരിക്കും. നോർമലി 1 ലിറ്റർ ടർബോസൊക്കെ സെഗ്മെൻറ്റിലുള്ളത് കുറച്ച് ക്വൈറ്റ് എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല യൂസ് ചെയ്തിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് ഫോക്സ്വാഗൻ ടൈഗോണിലും, അതുപോലെ സ്കോഡ കുഷാക്ക്, ഫോക്സ്വാഗൻ വേർട്ടസ്, അതുപോലെ സ്കോഡ സ്ലാവിയ, ഇതിലെല്ലാം യൂസ് ഇതിലെല്ലാം നമുക്ക് 1 ലിറ്റർ എഞ്ചിൻ അവൈലബിൾ ആണ്. ആ സെയിം എഞ്ചിനാണ് നമുക്ക് സ്കോഡ കൈലാക്കിലും കിട്ടാൻ പോകുന്നത്. അപ്പോൾ പവർ ടു വെയിറ്റ് റേഷ്യോ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇത് കുറച്ച് ലൈറ്ററാണ്, പക്ഷെ അതേ പവർ ഔട്ട്പുട്ട്, അപ്പോൾ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ സെഗ്മെൻറ്റിൽ ഒരു ബെസ്റ്റ് പെർഫോമർ ആയിരിക്കും സ്കോഡ കൈലാക്ക്, അതിലും യാതൊരു സംശയവുമില്ല. പിന്നെ ഒരു കാര്യം, പലരുടെയും ഒരു ആഗ്രഹമാണ് ഒരു ജർമ്മൻ കാർ സ്വന്തമാക്കുക എന്നുള്ളത്. അത് ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. കുറേ ആൾക്കാർക്ക് ഇപ്പോൾ മനസ്സിൽ ഉദിച്ചിട്ടുണ്ടാവും ആ ഒരു ആശയം. കാരണം ജർമ്മൻ കാഴ്സിനെ പറ്റിയിട്ട് നമുക്കറിയാം. ഡ്രൈവബിലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവൽ സാധനമാണ്. ഇപ്പോൾ നല്ല ഹാൻഡ്ലിംഗ് ആയിരിക്കും, ബെറ്റർ ഹാൻഡ്ലിംഗ് ആയിരിക്കും. ഇപ്പോൾ ഇറക്കിയിട്ടുള്ള ഏത് ജർമ്മൻ കാഴ്സ് ആയാലും ഹാൻഡ്ലിംഗ് അടിപൊളിയായിരിക്കും. അതുപോലെ ഡ്രൈവിംഗ് ഡൈനാമിക്സ് നമുക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ അതിലെന്തോ ഉണ്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് എന്തായാലും ഉണ്ടാവും. അത് ഓടിച്ചവർക്കാണ് അത് അറിയുള്ളൂ. അതിൻ്റെ ഹാൻഡ്ലിംഗ് ആയാലും അതിൻ്റെ എന്താണെന്ന് പറയുക, സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് ആയാലും അതൊക്കെ ഡിഫറെൻ്റ് തന്നെയാണ്. അതിൽ ജർമ്മൻസിനെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങൾ കൂടുമ്പോൾ മെയിൻ്റനൻസും കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റാണ് പലരെയും ജർമ്മൻ കാഴ്ചയിൽ നിന്ന് ഒന്ന് പിൻവലിക്കുന്നത്. സ്കോഡ കൈലാക്കിൽ ഇതേ സെയിം ഫിഗേഴ്സുള്ള എഞ്ചിനും ടെക്കുമാണ് യൂസ് ചെയ്യണത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടൈഗണും അതുപോലെ കുഷാക്ക്, സ്ലാവിയ, വേർട്ടസ് ഇതിൽ യൂസ് ചെയ്യണ ആ എഞ്ചിൻ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സർവീസ് കോസ്റ്റിൽ ഏകദേശം അതേ ഒരു പ്രൈസിംഗ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും സബ് 4 മീറ്ററിൽ കിങ് ആവോ കൈലാക്ക് നമുക്ക് വരും കാലങ്ങളിൽ മനസ്സിലാവും. പോളോ ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു കാറ് ഫോക്സ്വാഗൻ ഗ്രൂപ്പിന് ഇല്ല ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ. ഇപ്പോൾ സ്കോഡ ആണെങ്കിലും ഫോക്സ്വാഗൻ ആണെങ്കിലും നമുക്ക് ടൈഗൺ മുതലാണ് നമുക്ക് ഒരു വണ്ടി കിട്ടിയിരുന്നത് പോളോക്ക് ശേഷം. എൻട്രി ലെവൽ സെഗ്മെൻറ്റിൽ കൈലാക്ക് ഒരു ഗെയിം ചേഞ്ചർ ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കൂടെ നമ്മളൊരു കാര്യം കൂടി പ്രതീക്ഷിക്കണം, ഇതിൽ ഫോക്സ്വാഗൻ്റെ ഒരാളും കൂടെ വരും. ഇപ്പോൾ നമുക്ക് സ്ലാവിയ വന്ന പോലെ അല്ലെങ്കിൽ കുഷാക്ക് വന്ന പോലെ ഇനി ഫോക്സ്വാഗനും അതുപോലെ അതേ സെഗ്മെൻറ്റിലേക്ക് ഒരു കാറ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇനി നമുക്ക് സെഗ്മെൻറ്റിലുള്ള ടർബോ കാറുകളെ നോക്കാം. ഇപ്പോൾ നമുക്ക് മാഗ്നൈറ്റ് ടർബോ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ വെന്യൂ, ടൈഗറും മാഗ്നൈറ്റും ഒരേ സ്പെക്കിലാണ് വരുന്നത്. ബ്രസക്ക് ടർബോ ഇല്ല, 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ആണുള്ളത്. അപ്പോൾ വെന്യൂ പറഞ്ഞ പോലെ തന്നെയാണ് സോണറ്റും, അതേ കാറ്റഗറിയിൽ അങ്ങനെ പോകും. പിന്നെ സുസുക്കിയുടെ ഭാഗത്തുനിന്ന് ഒരു 1 ലിറ്റർ ഉള്ളതാണ് ഫ്രോങ്സ്. അപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതും ഫ്രോങ്സ് തന്നെയാണ്. സോ ഇന്ത്യൻ മാർക്കറ്റിലെ 1 ലിറ്റർ ടർബോ ബാറ്റലിൽ പുതിയൊരു പോരാളിയായി എത്തിയ കൈലാക്കിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്, വിൽ സീ വിത്ത് അനദർ വീഡിയോ.